എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC എൽഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തപ്പെട്ട LDC എക്സാമിൻ്റെ 5ാം ഘട്ടമായ കോഴിക്കോട് കോട്ടയം LDC എക്സാമിൻ്റെ വിശകലനമാണ്. അതിൻ്റെ ഒരു കട്ട് ഓഫ് റേഞ്ച് അല്ലെങ്കിൽ ഒരു സേഫ് സോൺ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഒരു അന്തിമ ലക്ഷ്യം. അപ്പോൾ ആ ഒരു എക്സാം നമ്മൾ മൊത്തത്തിൽ പൂർണ്ണമായും വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് പൂർണ്ണമായും അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു എക്സാം, ഒരു ചോദ്യപേപ്പർ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തപ്പെട്ടത്. അതിൽ തന്നെ സുപ്രധാന നിയമങ്ങളിൽ കുറേ അധികം ഉദ്യോഗാർത്ഥികൾ വീണ് മരിക്കുന്ന ഒരു കാഴ്ചയും ഈ ഒരു ചോദ്യപേപ്പറിൽ കാണാൻ സാധിച്ചു. ഇങ്ങനെ വീണ് മരിച്ചു എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, സുപ്രധാന നിയമങ്ങളിൽ കുറേയധികം ഉദ്യോഗാർത്ഥികൾ നെഗറ്റീവ് വാരിക്കൂട്ടുന്ന, ട്രോഫികൾ വാരിക്കൂട്ടുന്ന ഒരു സാഹചര്യം ഈ ഒരു ചോദ്യപേപ്പറിൽ കാണാൻ ഇടയായി എന്നുള്ളതും വ്യക്തമാണ്. പിന്നെ മറ്റൊരു ഇതാണത്, മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ 4 ഘട്ടമായി നടത്തപ്പെട്ട LDCയുടെ മറ്റു ചോദ്യപേപ്പറിലെ പൂർണ്ണമായും വിശകലനം ചെയ്തുകൊണ്ട് എക്സാം ഹാളിലേക്ക് എത്തിയവർക്ക് പൂർണ്ണമായും ഒരു വിജയം സമ്മാനിക്കുന്ന ചോദ്യപേപ്പറൊന്നും അല്ലായിരുന്നു ഈ കഴിഞ്ഞ് നടന്നതും. കാര്യം അതിന് കൃത്യമായ റീസൺ ഉണ്ട്. ഒരിക്കലും PSC ഒരു കൃത്യമായ ട്രെൻഡൊന്നും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ഘട്ടങ്ങളിൽ നടന്ന പരീക്ഷകളെ പൂർണ്ണമായും വിശകലനം ചെയ്ത് ഈ ഒരു പരീക്ഷയെ അത് മാത്രം പഠിച്ചുകൊണ്ട് ഈ ഒരു പരീക്ഷയെ നേരിട്ട ഉദ്യോഗാർത്ഥിക്ക് തികച്ചും ഒരു വിജയമാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത്യാവശ്യം മാർക്ക് ലഭിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഒരിക്കലും അതൊരു റാങ്ക് ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു നല്ല റാങ്കിലേക്കോ അല്ലെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെടാനോ ഒതുങ്ങുന്ന ഒരു മാർക്കായി മാറിയിട്ടില്ല എന്നതും സത്യമാണ്. ഇനി ഈ എക്സാം എളുപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും എളുപ്പമുള്ള എക്സാം ആയിരുന്നു. പക്ഷേ എക്സാം എളുപ്പമാവുമ്പോൾ അതിനകത്ത് ഒരു ചതി PSC ഒളിപ്പിച്ചിട്ട് വച്ചിട്ടുണ്ടാവും. അത് കണ്ടെത്തുന്നതിലാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ആ ചതി എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു എളുപ്പമുള്ളൊരു ചോദ്യപേപ്പർ നമ്മൾ കൃത്യമായി എടുക്കുമ്പോൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഒരു 2 അല്ലെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻ തീർച്ചയായും നമുക്കറിയാവുന്ന നല്ല എളുപ്പമുള്ള നല്ല സുഖം തരുന്ന ഒരു 2 or 3 ക്വസ്റ്റ്യൻ PSC ചേർത്തുകൊണ്ട് സീരിയസ് ആയി നമുക്കിങ്ങ് തരും. 1, 2, 3 എളുപ്പം. ആഹാ, 4ാമത്തെ ചോദ്യം നല്ല കട്ടിയുള്ള ഒരെണ്ണം കയറ്റും. പക്ഷെ നമ്മൾ ആ 4ാമത്തെ ചോദ്യത്തിനെ എളുപ്പമായി തന്നെ പരിഗണിക്കും. കാര്യം ആ 3 എണ്ണം എഴുതിയതിൻ്റെ ഹാങ് ഓവറിലാണ് 4ാമത്തേലേക്ക് നമ്മൾ എത്തുന്നത്. തീർച്ചയായും നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, ഇതും നിനക്കറിയാവുന്നതാണ്, അല്ലെങ്കിൽ ഇതും നിനക്കറിയാവുന്നതാണ്, തീർച്ചയായും നീ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ സിലബസിനകത്തു നിന്നുള്ള ചോദ്യം തന്നെയാണ് വരുന്നത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട ചോദ്യം തന്നെയായിരിക്കും. പക്ഷേ ഇത് അറിഞ്ഞുകൂടാന്ന് സമ്മതിക്കാൻ നമ്മുടെ മനസ്സൊരിക്കലും അനുവദിക്കുകയില്ല. സ്വാഭാവികമായും ആ വന്ന 3 എഴുതിയ ചോദ്യങ്ങളുടെ ഹാങ് ഓവറിൽ ഈ 4ാമത്തെ കട്ടി ചോദ്യവും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യും, നെഗറ്റീവ് വാരിക്കൂട്ടും. ഇതാണ് സാധാരണഗതിയിൽ എളുപ്പമുള്ള ഈസി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന PSCയുടെ ചതിക്കുഴി എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രഹീളിക എന്ന് പറയുന്നത്, അറ്റംപ്റ്റിൻ്റെ എണ്ണം മല പോലെ നമ്മൾ കയറ്റി അടിക്കും. കാര്യം ഇവിടെ സ്കിപ്പ് ചെയ്യേണ്ട ഏത്, സ്കിപ്പ് ചെയ്യേണ്ടാത്ത ഏത് എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മളെല്ലാം കാര്യം 2 എണ്ണം വരുമ്പോൾ 3ാമത്തത് പാടാണ്, പക്ഷെ അറിയുന്നില്ല, അതും കടുപ്പിക്കുന്നു. അറ്റംപ്റ്റിൻ്റെ എണ്ണം 90 മേലെ പോകും. അതുപോലെ തന്നെ ആനുപാതികമായി നെഗറ്റീവിൻ്റെ എണ്ണവും കൂടുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും, നെഗറ്റീവ് അല്ലേ വരുന്നുള്ളൂ, വളരെ കുറച്ചല്ലെങ്കിൽ 90 മേലെ എഴുതുമ്പോൾ അത്യാവശ്യം നെഗറ്റീവ് വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ മനസ്സിലാക്കാനുള്ളത്, PSCയുടെ ഓണം ഓഫറായി വരുന്ന നെഗറ്റീവ്സും ആൻസർ ചേഞ്ചും നമ്മുടെ പിറകെ വടിവാള് പോലെ പിറകെ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി കടന്ന് വേണം ഒരു ഷോർട്ട് ലിസ്റ്റിലോ റാങ്ക് ലിസ്റ്റിലോ ഒക്കെ നമ്മൾ ഉൾപ്പെടാൻ. നമ്മൾ വാരിക്കൂട്ടുന്ന നെഗറ്റീവ്, അതിനപ്പുറത്തേക്ക് PSC നമുക്ക് ദാനമായി തരുന്ന നെഗറ്റീവും ആൻസർ ചേഞ്ചും, നെഗറ്റീവല്ല ആൻസർ ക്വസ്റ്റ്യൻ ഡിലീഷനും ഈ പറഞ്ഞുള്ള ആൻസർ ചേഞ്ചും, ഇതെല്ലാം കടന്ന് നെഗറ്റീവിനെയും താണ്ടി നമ്മളാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടത്. അപ്പോൾ അതൊരു വലിയ ഒരു കടമ്പയാണ്. അതുകൊണ്ട് ഈ ഒരു എക്സാമിന് 90 മുകളിലൊക്കെ അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് ആര് കൂട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് മിക്കവാറും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി പറയാനുള്ളത്, മറ്റു ഘട്ടക്കാർ എക്സാം എഴുതിയവരാണ്. അതായത് ഇപ്പോൾ ഞാനൊരു 4ാമത്തെ ഘട്ടമാണ് എക്സാം എഴുതിയതെങ്കിൽ തീർച്ചയായും എന്നെ സംബന്ധിച്ച് 4ാം ഘട്ടം ഏറ്റവും പാട് എക്സാമും ബാക്കിയുള്ള 3 ഘട്ടം ഏറ്റവും സിമ്പിളുമായിരിക്കും. അത് ഒരു മനുഷ്യ സഹജമാണ്, അതങ്ങനെ തന്നെയാണ്. കാര്യം നമുക്ക് നേരിടുന്ന അനുഭവമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കാഠിന്യമേറിയത്. പക്ഷേ അങ്ങനെ മാത്രം നമ്മൾ വിശകലനത്തിന് തയ്യാറാവരുത്. കാര്യം ഇന്നലത്തെ കമൻറ്റ് സെക്ഷനിലൊക്കെ എനിക്ക് കാണാൻ സാധിച്ചത്, ഇതിൻ്റെ കട്ട് ഓഫ് 75 മേലെ പോകും, നമ്മുടെ ചോദ്യപേപ്പർ ഭയങ്കര കഠിനമായിരുന്നു, ഇത് ഭയങ്കര എളുപ്പമായിരുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ ഒരു എക്സാം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഹാളിരുന്ന് എഴുതിയപ്പോൾ ഇങ്ങനെ ഒരു പ്രഷർ ഉണ്ടായിരുന്നോ? അതേ പ്രഷർ തന്നെയാണ് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുതിയ എല്ലാവർക്കും തന്നെ
ആ ഹാളിൽ എഴുതുമ്പോൾ നമുക്ക് വീട്ടിൽ എഴുതും പോലെയുള്ള ഒരു ഫീലിംഗ് അല്ല കിട്ടുന്നത്. അത് രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ ചോദ്യപേപ്പർ കടുപ്പമാണെന്നോ അല്ലെങ്കിൽ ചോദ്യപേപ്പർ എളുപ്പമാണെന്നോ ഉള്ള സാഹചര്യമൊന്നും അവിടെ വിശകലനം ചെയ്യപ്പെടുന്നില്ല. അതിൻ്റെ പ്രഷർ ഒന്ന് വേറെ തന്നെയാണ്. എന്നിരുന്നാലും ഇതൊരു എളുപ്പമുള്ള ചോദ്യപേപ്പർ തന്നെയായിരുന്നു. അത് ഞാൻ അല്ല എന്ന് പറയുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ചോദ്യപേപ്പറാണ് ഏറ്റവും പാടുള്ളത്. ഇത് വളരെ സിമ്പിളാണ്, അല്ലെങ്കിൽ ഇത് വളരെ പാടുള്ളത്, അത് വളരെ സിമ്പിളാണ്, അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും അതിൻ്റേതായ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഒരു ആനുകൂല്യം ഉറപ്പായും ഒരു പരീക്ഷയിൽ കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കുക. പ്രഷർ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ക്വസ്റ്റ്യൻ്റെ കാഠിന്യം അനുസരിച്ച് പ്രഷർ കുറയുന്നില്ല, കൂടുന്നില്ല. എല്ലാവർക്കും അത് ഒരുപോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ഈ ഒരു ചോദ്യപേപ്പറിനെ വിശകലനം ചെയ്തുകൊണ്ട് മൻസൂർ സാർ പറഞ്ഞൊരു കട്ട് ഓഫ് എന്ന് പറയുന്നത്, സാറ് പറയുന്നത് ഒരു 20 എണ്ണമെങ്കിലും സ്കിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒരു 20-25 എണ്ണം. സാറിൻ്റെ ഒരു വിശകലനത്തിൽ ഒരു കട്ട് ഓഫ് 60-നും 70-ലേക്കും വരാം. 60 മുതൽ 70 വരെ വരാം. പിന്നെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഒരു 70-ന് അടുപ്പിച്ചൊക്കെ ഒരു കട്ട് ഓഫ് വരാനാണ് സാധ്യത. അതുപോലെ തന്നെ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് ഒരു 65 റേഞ്ചിലേക്കൊക്കെ കട്ട് ഓഫ് കൂടിയാൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം എടുത്തു പറയുന്നത് കോഴിക്കോട് ജില്ലയുടെ കാര്യമാണ്. ഒരു 70-ന് അടുത്തേക്ക്, ഒരു 70-ന് അടുത്തേക്ക് കട്ട് ഓഫ് വരാനാണ് സാധ്യത എന്നാണ് മൻസൂർ സാർ ഈ ഒരു ചോദ്യപേപ്പർ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്തത് സിപ്പി നൂറുദ്ദീൻ സാറാണ്. സാറ് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യപേപ്പറായിരുന്നു, കട്ട് ഓഫ് നല്ലതുപോലെ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കാര്യം സാറ് ഇതിനോട് ആധികാരികമായി പറയുന്നത് മലയാളം, മാത്സ് എന്നീ ഈ ചോദ്യ ഭാഗങ്ങളൊക്കെ തന്നെ വളരെ സിമ്പിളായിരുന്നു. ഏതൊരു സാധാരണക്കാരനും ചെയ്താൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. അതിൽ മാത്സൊക്കെ വെറും LGS നിലവാരത്തിലുള്ളത് എന്നാണ് സാറ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വളരെ ഭയങ്കരമായി കൂടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ബാസിസ് അക്കാഡമി ഈ ഒരു പ്രവചന മേഖലയിലെ, അല്ലെങ്കിൽ ഈ ഒരു പ്രോബബിലിറ്റി, ഈ ഒരു കട്ട് ഓഫ് വിശകലനത്തിൽ ഏറ്റവും പ്രാവീണ്യം നേടിയൊരു മനുഷ്യനെന്ന് പൊതുവെ എല്ലാവരും വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹവും ഈ ചോദ്യപേപ്പറിനെ നോക്കിക്കാണുന്നത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യപേപ്പറായി തന്നെയാണ്. അദ്ദേഹം പറയുന്നത് മാത്സും ഇംഗ്ലീഷ്, മലയാളം പോലുള്ള ഭാഗങ്ങളിൽ നിന്നൊരു 25ഓളം ചോദ്യങ്ങൾ കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ GK ഒരു 50-55ഓളം ചോദ്യങ്ങൾ കിട്ടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശ കട്ട് ഓഫായി അദ്ദേഹം വിലയിരുത്തുന്നത് കോട്ടയത്തിൻ്റെ 58 മുതൽ 63 വരെയാണ്. 58 മുതൽ 63 വരെ. ഇനി കോഴിക്കോട് ജില്ലയാവട്ടെ 63 മുതൽ 68ലേക്ക്, ഏറ്റവും കൂടിയാൽ 68, ഏറ്റവും കുറഞ്ഞാൽ 63. കോഴിക്കോടിൻ്റെ കാര്യത്തിൽ കോട്ടയം 58 മുതൽ 63 വരെ. ഇനി വേ ടു വിൻ PSC എന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷനാണ് ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും അത്യാവശ്യം ഇതായി മാറിയത്. അതായത് 70-ന് മേലെയാണ് സേഫായി ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ളത്. അതായത് 70-ന് മുകളിൽ മാർക്കാണ് ഒരു സേഫ് റേഞ്ചായി പരിഗണിക്കേണ്ടത്. ഈ ഒരു 2 ജില്ലയുടെ ഭാഗത്തുനിന്ന് അതിൽ കോഴിക്കോട് ജില്ലയ്ക്കാണ് കുറച്ചധികം പ്രാമുഖ്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. 70-ന് മേലെ ഒരു സേഫ് മാർക്കായി പരിഗണിക്കാം. ഇനി PSC പാഠശാല, അപ്പോൾ അത്തരത്തിലൊരു PSC പാഠശാല എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഭാഗത്ത് നിന്നൊരു വിശകലനമാണ്. 65-ന് മുകളിൽ ഒരു സേഫ് സ്കോറായി 2 ജില്ലയിലും പരിഗണിക്കാവുന്നതാണ്. 65-ന് മുകളിൽ. ഇനി സ്മാർട്ട് ടിപ്സ് ആൻഡ് PSC ട്രിക്സ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗത്ത് നിന്നൊരു വിശകലനമാണ്. അതായത് ഒരു കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഒരു 70-നടുത്തും കോട്ടയത്തെ സംബന്ധിച്ച് ഒരു 60, 61, 62, 63 റേഞ്ചുകളിലുമായിരിക്കാം ഒരു കട്ട് ഓഫ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 60, 63 റേഞ്ചിലൊക്കെ കോട്ടയത്തിനും 70-നടുത്ത് തന്നെ കോഴിക്കോടും ഇവിടെയും പ്രവചനപ്പെടുന്നു സ്മാർട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന്. ഇനി വൺ ക്ലിക്ക് PSCയുടെ ഭാഗത്തുള്ള ഒരു പ്രഡിക്ഷനാണ്. അതായത് കട്ട് ഓഫ് 65-നും 70-നും ഇടയ്ക്ക് തന്നെ ആകും സാധ്യത എന്നുള്ളതാണ്. ഈ 2 ജില്ലയ്ക്കും 65 മുതൽ 70 വരെ. കൂടിയാൽ 70, കുറഞ്ഞാൽ 65, 65-നും 70-നും ഇടയ്ക്കാണ് ഇവരും പറയുന്നത്. ഇനി PSC റാങ്കർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഭാഗത്ത് നിന്നൊരു കട്ട് ഓഫ് പ്രഡിക്ഷനും ഇത് തന്നെയാണ്. 65 മുതൽ 70-നിടയ്ക്ക് കട്ട് ഓഫ് റേഞ്ച്. ഏറ്റവും കൂടിയാൽ 70, ഏറ്റവും കുറഞ്ഞാൽ 65. ഇനി അട 247 അവരുടെ ഭാഗത്തുനിന്നുണ്ട ഒരു കട്ട് ഓഫ് പ്രഡിക്ഷനാണ്. 62 മുതൽ 67 വരെ. ഏറ്റവും കൂടിയാൽ 67, ഏറ്റവും കുറഞ്ഞാൽ 62. 2 ഭാഗത്തിൻ്റെ 2 ജില്ലയും പരിഗണിക്കുമ്പോൾ ഉള്ള വിശകലനമാണ് 62 മുതൽ 67 എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി നമ്മുടേതായിട്ടുള്ള ഒരു വിശകലനം കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. തീർച്ചയായും ഈ ഒരു ചോദ്യപേപ്പർ പൂർണ്ണമായും വിശകലനം ചെയ്യുമ്പോൾ എളുപ്പമുള്ള ഒരു ചോദ്യപേപ്പർ തന്നെയാണ്. അത് തെറ്റല്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ഒരു ട്രിക്കി ചോദ്യപേപ്പർ തന്നെയായിരുന്നു. തീർച്ചയായും ഇതൊരു സ്കിപ്പ് ചെയ്യേണ്ടവയെ കൃത്യമായും കണ്ടുപിടിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് നെഗറ്റീവ്, തീർച്ചയായും കുറച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് നെഗറ്റീവ് വിരലെണ്ണാവുന്നതായി ചുരുക്കിയൊരു ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു എക്സാം ഉറപ്പായും അവൻ അടിച്ചിരിക്കും, അല്ലെങ്കിൽ അവൾ അടിച്ചിരിക്കും എന്നുള്ള സത്യമാണ്. പക്ഷേ നെഗറ്റീവിൻ്റെ കുത്തൊഴുക്കിൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ വീണ് മരിക്കാത്തൊരാൾ തീർച്ചയായും ലിസ്റ്റിൽ ഉൾപ്പെടും. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് PSCയുടെ ആ ഒരു മനം മയക്കുന്ന ട്രിക്കിൽ വീഴാതെ
കൃത്യമായും 3 ചോദ്യങ്ങൾ എളുപ്പമുണ്ട്, 4ാമത്തത് കടുകട്ടിയാണ് എന്ന് മനസ്സിലാക്കി അതിനെ ചികഞ്ഞ് മാറ്റേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ തീർച്ചയായും നമ്മളുടെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ നമുക്ക് അതിനു മുന്നേ ഇതിൻ്റെ മുൻ വർഷത്തെ ഒരു വിശകലനം കൂടി നോക്കാം. കോട്ടയത്തിൽ കഴിഞ്ഞ വർഷം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 844 അതിൻ്റെ അന്നത്തെ കട്ട് ഓഫ് ആയി വന്നത് 54.67. അതിൻ്റെ നിലവിലെ അഡ്വൈസ് നില എന്ന് പറയുന്നത് 502 ഇതുവരെ 502 പേർക്ക് നിയമനം ലഭിച്ചു. ഇനിയും ഒരു വർഷത്തോളം കാലാവധി ലിസ്റ്റിനുണ്ട്. ഇനി അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയെ പരിഗണിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കോട്ടയം ജില്ലയുടെ അഡ്വൈസ് ടോട്ടൽ ഇതുവരെ നടന്നത് 502. കഴിഞ്ഞ തവണ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 844. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് 54.67. ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 987. നിലവിലെ അഡ്വൈസ് നില ഇതുവരെ നടന്ന അഡ്വൈസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 576. കഴിഞ്ഞ തവണ കോഴിക്കോടിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 54.33. അപ്പോൾ നമ്മൾ ഈ 2 ജില്ലയെ തമ്മിൽ വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ കട്ട് ഓഫുകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഒരു 0.33 മാത്രം വ്യത്യാസം മാത്രമേ ഉള്ളൂ. അഡ്വൈസുകൾ തമ്മിലും ഏകദേശം ഒരു 70 റേഞ്ചിൻ്റെ ഒരു ഗ്യാപ്പ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായും ഈ കൊല്ലവും ഇത്രത്തോളം തന്നെ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളത്. കാര്യം ഇനിയും ഒരു വർഷത്തോളം ലിസ്റ്റിൽ അവശേഷിക്കുന്നു. അപ്പോൾ ഏകദേശം ഇനിയും 250 നിയമനം നടക്കുമ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്തിയ ആൾക്കാർ തന്നെയാണ് ഇത്തവണയും ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ ഒറ്റ ചോദ്യപേപ്പറായിരുന്നു 14 ജില്ലയ്ക്കും. ഇത്തവണ ഘട്ടങ്ങളായി എക്സാം നടന്നു വരുന്നു. അപ്പോൾ ഈ മത്സരക്ഷമതയ്ക്കും കാര്യമായ മാറ്റം ഉണ്ടാവും. ഞങ്ങളുടെ ഒരു വിശകലന പ്രകാരം തീർച്ചയായും നമ്മൾ കോഴിക്കോട് ജില്ലയെ, അതായത് തിരുവനന്തപുരം ജില്ലയേക്കാൾ കട്ട് ഓഫ് ചിലപ്പോൾ പ്രതീക്ഷിക്കേണ്ട ഒരു ജില്ലയാണ് കോഴിക്കോട്. കാര്യം അത്രയും മത്സരക്ഷമത ഉള്ള ഒരു ജില്ലയായി കോഴിക്കോട് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഞങ്ങളുടെ ഒരു പ്രതീക്ഷ പ്രകാരം കോഴിക്കോട് ജില്ലയ്ക്ക് 65 മുതൽ 70 വരെ കട്ട് ഓഫ് വരാനാണ് സാധ്യതയുള്ളത്. 65 മുതൽ 70 വരെ. ഇനി കോട്ടയം ജില്ല പരിഗണിക്കുകയാണെങ്കിൽ 60 മുതൽ 65 വരെ, ഏറ്റവും കൂടിയ 65, ഏറ്റവും കുറഞ്ഞ 60. ഇതാണ് ഈ 2 ജില്ലയുടെയും പ്രഡിക്ഷൻ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇത് കേട്ട് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അയ്യോ ഇത്രയും കട്ട് ഓഫ് അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ പറഞ്ഞ അത്യാവശ്യം മാർക്ക് ഉണ്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും സന്തോഷത്തോടെ ഇരിക്കുക. അതല്ല മാർക്ക് കമ്പാരിറ്റീവ്ലി കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി കൃത്യമായും പഠിക്കുക. അപ്പോൾ ഇതുവരെയും പടം തീർന്നിട്ടില്ല. നമ്മളിപ്പം ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് ഇനിയും വരാനാണ് ഇരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ഫുൾ ട്വിസ്റ്റ്. സെക്കൻഡ് ഹാഫ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഡിലീഷനുണ്ട്, ആൻസർ ചേഞ്ച് ഉണ്ട്. അപ്പം അതാണ് സെക്കൻഡ് ഹാഫ്. അവിടെയാണ് ട്വിസ്റ്റും ക്ലൈമാക്സും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും ഈ ഒരു യൂട്യൂബ് ചാനലിനോടൊപ്പം ഉണ്ടാവണം. തീർച്ചയായും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ സബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസിനായി നമ്മുടെ ചാനൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് അപേക്ഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് തീർച്ചയായും ഒരു പോൾ, അതായത് കൃത്യമായും ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് ശേഖരിച്ചുകൊണ്ട് ഒരു വീഡിയോ കൃത്യം ഒരു 1000-ഓളം പേര് അല്ലെങ്കിൽ 1000-ന് മുകളിൽ പേരുടെ ഒരു മാർക്ക് സമാഹരിച്ചു കൊണ്ടുള്ള ഒരു സർവേയുമായി നിങ്ങളുടെ അടുത്തേക്ക് ഉടൻ എത്താം. അപ്പോൾ അതുവരെ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സിനായി ഞങ്ങളുടെ ചാനലൊന്ന് സബ് ചെയ്യുക എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും ആശങ്കകളോ ആകുലതകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങളാൽ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായും സമയപരിധിക്കുള്ളിൽ അതിനുള്ള മറുപടി തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ആത്മാർത്ഥമായി പഠിച്ച എല്ലാവർക്കും തന്നെ ഒരു സർക്കാർ ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.